എല്ലാവർക്കും വെബ്മാഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമുക്ക് വെബ് പേജിൽ എങ്ങനെ ലിങ്കുകൾ കൊടുക്കാം എന്ന് നോക്കാം. HTML ഡോക്യുമെൻറ്റിൽ ലിങ്കുകൾ കൊടുക്കാൻ ഉപയോഗിക്കുന്ന എലമെൻ്റാണ് എ എന്ന് പറയുന്ന ടാഗ്. ഓക്കെ, ഇതാണ് സിൻടാക്സ്. എ എന്ന് പറയുന്നത് ലിങ്കുകൾ കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന എലമെൻ്റാണ്. അടുത്തത് href എന്ന ആട്രിബ്യൂട്ട് ആണ് ലിങ്കിൻ്റെ ഡെസ്റ്റിനേഷൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിനുള്ളിൽ വേണം നമുക്ക് ലിങ്കിൻ്റെ ഡെസ്റ്റിനേഷൻ കൊടുക്കാൻ. ഏതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ വേണം നമുക്ക് ലിങ്കിലേക്ക് പോകേണ്ടത്, അത് വേണം ഇവിടെ കൊടുക്കാൻ. ഇനി ടാഗ് ക്ലോസ് ചെയ്യാം. നമുക്കിനി ഇതൊന്ന് ചെയ്ത് നോക്കിയാലോ. നമുക്ക് നമ്മുടെ HTML ഡോക്യുമെൻറ്റ് ഫയൽ ഒരു വെബ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ പേജിൽ നിന്ന് ഗൂഗിളിൻ്റെ പേജിലേക്ക് പോകുന്നത് എങ്ങനെയെന്ന് നോക്കാം. എ എലമെൻറ്റിൽ href ആട്രിബ്യൂട്ടിൽ നമുക്ക് വേണ്ട ഡെസ്റ്റിനേഷൻ ഫുൾ അഡ്രസ്സിൽ കൊടുക്കുക. ഗൂഗിൾ എന്ന് എഴുതി ക്ലിക്ക് ചെയ്താൽ google.com പോകാനാണ് ഇവിടെ ഗൂഗിൾ എന്ന് കൊടുക്കുന്നത്. ഇനി നമുക്ക് സേവ് ചെയ്ത് ബ്രൗസറിൽ നോക്കാം. കണ്ടോ, ഗൂഗിൾ എന്ന് എഴുതിയിരിക്കുന്നത്? അതിൽ ക്ലിക്ക് ചെയ്താൽ ഗൂഗിളിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകുന്നതാണ്. ഇനി നമ്മുടെ വെബ്മാഷിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നമ്മുടെ ലോഗോ കൊടുത്തെടുത്ത് പോയി ലിങ്ക് കൊടുക്കാനുള്ള ടാഗ് കൊടുത്താൽ മാത്രം മതി. നമുക്കെങ്ങനെയാണെന്ന് നോക്കാം. img ടാഗ് നമുക്ക് ഏ ടാഗിനുള്ളിലാക്കാം. ഇനി നമുക്ക് സേവ് ചെയ്ത് ബ്രൗസറിൽ നോക്കാം. നമുക്ക് വെബ്മാഷിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, യൂട്യൂബ് ചാനൽ ഓപ്പൺ ആയത്. നമുക്ക് ഈ യൂട്യൂബ് ചാനൽ ഒരു ന്യൂ ടാബിൽ ഓപ്പൺ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാമല്ലോ. അതിന് നമ്മൾ എ എന്ന ടാഗിനുള്ളിൽ ടാർഗറ്റ് എന്നിട്ട് ബ്ലാങ്ക്, ഈ അണ്ടർസ്കോർ ബ്ലാങ്ക് എന്ന് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ബ്രൗസറിൽ ഒന്ന് പോയി നോക്കിയാലോ. ലോഗോയിൽ ക്ലിക്ക് ചെയ്യാം. കണ്ട, ഒരു ന്യൂ ടാബിലേക്ക് യൂട്യൂബ് ചാനൽ ഓപ്പൺ ആയത്. ഇന്ന് ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്നോട് ചോദിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നല്ലതായി ഷെയർ ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് അടിക്കാം. ഇതിലെ മിസ്റ്റേക്സ് എന്നോട് പങ്കുവെക്കാം. എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനുണ്ട്. എൻ്റെ അടുത്ത വീഡിയോയിൽ എൻ്റെ മിസ്റ്റേക്സ് ഞാൻ കറക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നു.